നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കൈ റേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവർക്കൊരു നെഗറ്റീവ് പോയിന്റ് കൊടുത്ത് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണേ. റെഡി അല്ലേ? എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ രണ്ടുപേരിൽ വെഡിങ് പ്ലാനർ ആരായിരുന്നു? ലൈക്ക് ഹു ഹാഡ് സോ മച്ച് പ്ലാൻസ് അബൌട്ട് യുവർ വെഡിങ് ഡേ? റൈറ്റ് ആൻസർ ആണോ? ആർക്കാണോ ഏറ്റവും കൂടുതൽ പ്ലാൻസ് ഉണ്ടായിരുന്നത്? ആണോ ഏഞ്ചൽ? ഏറ്റവും കൂടുതൽ പ്ലാൻസ് ഉണ്ടായിരുന്നത് അനീഷിക്കാണോ? അതെ അതെ. ഇനി നിങ്ങൾ രണ്ടുപേരിൽ ഇപ്പൊ ഒന്ന് എവിടെയെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ എടുക്കാം, റെഡി ആയി കഴിഞ്ഞ് കുറച്ച് അധിക നേരം കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്നത് ആരായിരിക്കും? ഹൂസ് മോർ സെൽഫ് ഒബ്സെസ്ഡ്? ആക്ച്വലി ഇന്ന് റെഡി ചെയ്ത ആദ്യം ഞാനാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. കണ്ണാടി നോക്കിയിരുന്നത് ആരായിരിക്കും? ഇനി ഇനി അടുത്ത ക്വസ്റ്റ്യനുള്ള ആൻസർ എൻ്റെ കയ്യിലുണ്ട്. അത് കറക്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൂ ഇസ് ദ ടോക്കസ്റ്റ് വൺ? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ആ ഒരു കഴിവ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആൻസർ അതായിരുന്നില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുമ്പോൾ മാന്യൻ അല്ലെങ്കിൽ മാന്യ എന്ന് തെറ്റിദ്ധരിക്കുന്നത് ആരെയായിരിക്കും? കണ്ടാൽ മാന്യൻ, അതാ ഫോട്ടോയിലേ ഉണ്ടെന്നുള്ളതാണ്. കണ്ടാൽ മാന്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾ. ഇനി നിങ്ങളെ രണ്ടുപേരിൽ ലൈക്ക് ഫൈറ്റ്സ് ഉണ്ടാവുമല്ലോ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ. അങ്ങനെ ഫസ്റ്റ് ഫൈറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിവുള്ളത് ആർക്കാണ്? പ്രത്യേകിച്ച് കാരണം രണ്ടുപേരും ആരാണ് സംസാരിച്ചു തുടങ്ങി ആദ്യം അടി ഉണ്ടാക്കുന്നത്? അങ്ങോട്ട് കാണിച്ചോ. അനീഷ ഞെട്ടിപ്പോയി ആൻസർ കണ്ടപ്പോ അപ്പുറത്തുനിന്ന്. ഇനി കിട്ടുന്ന കാശ് ഫുള്ളേ ഷോപ്പ് ചെയ്ത് കളയുന്നത് ആരാണ്? അതുപോലെ ഇതിന്റെ ആൻസർ ഒന്ന് കാണിച്ചിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഷോപ്പ് ചെയ്ത് കളയുന്നത് ആര്? അപ്പൊ അനീഷ വിൻഡോ ഷോപ്പിംഗ് ആണോ? കണ്ട് ആസ്വദിച്ച് കൊണ്ട് പോരും, അതാണോ പതിവ്? ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇനി ഇപ്പോ ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഡേറ്റ് ഓർത്ത് വെക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ രണ്ടുപേരിൽ ഡേറ്റ്സ് മറന്നു പോയ ചാൻസ് ആരാ? ബർത്ത് ഡേറ്റ്, ആനിവേഴ്സറി ഡേറ്റ്. രണ്ടാൾക്കും നല്ല ഓർമ്മശക്തിയാണോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരിൽ ഇപ്പോൾ കുറച്ച് ക്രേസിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്രൗഡിന്റെ മുന്നിൽ ചെയ്യാൻ പറഞ്ഞ ആരായിരിക്കും ഫസ്റ്റ് ചെയ്യാം? നെഞ്ചുറപ്പോടെ ഇറങ്ങും ചെയ്യാനാണോ? ഇനി പേഷ്യൻസ് ലെവൽ ഹൈ ആയിട്ടുള്ളത് ആർക്കാണ്? ക്ഷമ കുറച്ച് കൂടുതലുള്ളത്. നിങ്ങൾ രണ്ടുപേരിൽ ക്ഷമ കുറച്ച് കൂടുതലുള്ളത്. ഓക്കെ. ഇനി ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠനകാര്യങ്ങളിൽ കുറച്ച് തൽപരരായിരുന്നത് ആരാണ്? അല്ലെങ്കിൽ പഠിപ്പിൽ ലേബൽ ഉണ്ടായിരുന്നത് ആർക്കാണ്? നിങ്ങൾ രണ്ടുപേരിൽ ആർക്കായിരിക്കും പഠിപ്പിൽ ലേബൽ ഉണ്ടായിരുന്നുണ്ടാവുക? രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. ഇതിനെയാണോ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത്? ഇനി നിങ്ങൾ രണ്ടുപേരുടെ ഫാമിലീസ് ആൻസർ പറയണം കേട്ടോ. കറക്റ്റ് ആൻസർ ആണോ നമ്മൾ ചെക്ക് ചെയ്യും. ക്രേസി ഫാമിലി ആരുടെയാണ്? ക്രേസി ബഞ്ച് ഓഫ് കസിൻസ് ആർക്കും ഇല്ലേ? അത് കാണിച്ചോ? ക്രേസി കസിൻസ് അല്ലെങ്കിൽ ഫാമിലി. ഹു ഹാസ് എ ക്രേസി ഫാമിലി? രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ക്രേസി ഫാമിലി ഉള്ളത്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനിക്ക് എൻ്റെ മനസ്സിലൊരു ആൻസർ ഉണ്ട്. നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആൻസർ തെറ്റായിരുന്നു. ഇതെങ്കിലും ശരിയാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹു ഹാസ് എ ബെറ്റർ സ്റ്റൈൽ സെൻസ്? കുറച്ച് ഫാഷൻ സെൻസ് ഒക്കെ കൂടുതലുള്ളത് ആർക്കാണ്? ഓക്കെ, എൻ്റെ ആൻസർ കറക്റ്റ് ആയിരിക്കുകയാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അപ്പം ചെയ്യാതെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, കുറച്ച് പ്രൊക്രാസ്റ്റിനേഷൻ കൂടുതലുള്ളത് ആർക്കാണ്?
രണ്ടുപേരും ഇതിലും ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്ന തമാശകൾ കേട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ചിരിക്കാൻ ചാൻസ് ഉള്ളത് ആരുടെ തമാശ കേട്ടിട്ടായിരിക്കും. ഫണ്ണിയാവാൻ ആരാ? ആണോ? ഇത്ര വലിയ തമാശക്കാരല്ല. ആളുടെ തമാശക്ക് ചിരിക്കാറുള്ളത് അനീഷ മാത്രമാണോ, അതോ നിങ്ങളൊക്കെ ചിരിക്കാറുണ്ടോ ഇടയ്ക്ക്? ഇനി രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോ ഫസ്റ്റ് ഉറക്കം എഴുന്നേൽക്കാൻ ചാൻസ് ആരായിരിക്കും? എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്? ഉറക്കമില്ലാത്തോണ്ടാണോ? ഓക്കെ, ഏകദേശം എത്ര മണിക്ക് എഴുന്നേക്കും? ഒരു ഓഫ് ഡേ, ജോലിക്ക് ഒന്നും പോകണ്ട, ഒന്നും ചെയ്യാനില്ല. 8 8 ഒന്നാണെന്ന് പറയപ്പെടുന്നു, അറിയില്ല, വെറുതെ പറയുന്നതായിരിക്കുമല്ലോ കേട്ടോ. ഇനി നിങ്ങൾ രണ്ടുപേരിലും പെർഫെക്ഷനിസ്റ്റ് ആരാണ്? കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്കായിരിക്കും. ആണോ? പെർഫെക്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? അങ്ങോട്ടൊന്ന് നോക്കൂ, ആൻസർ ഒന്ന് നോക്കൂ. ഹൂ ലവ്സ് ദ മോസ്റ്റ്? ആ ഒരു സ്നേഹത്തിന്റെ മുന്നിലാണോ വീണത്? മുട്ടുമടക്കിയത് ആ സ്നേഹത്തിന്റെ മുന്നിലാണോ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, ആലോചിച്ച് ഉത്തരം പറയാം. ഹൂ ഇസ് ദ ലക്കിയസ്റ്റ് വൺ? ജോഷുവലിനെ കിട്ടാനായിട്ട് അനീഷയാണോ ലക്കി, അതോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ആണോ? മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണോ? ആണെങ്കിൽ നമുക്കൊന്ന് കൈയടിച്ചൊരു അപ്രൂവൽ കൊടുത്താലോ? ഓക്കെ, അങ്ങനെ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ ഗെയിം സെഷൻ? വേണമെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു ഗെയിം സെഷൻ ഒക്കെ ആയിട്ട് വരും. കുറച്ച് നേരം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം തന്നിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഫോക്കസ്